വരികയാണ്. നമുക്ക് ഇതിലൊക്കെ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് വി വസീഫ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. വസീഫ്, കേൾക്കാമല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ വിതരണം അത് ആശുപത്രിയിൽ തന്നെയാണ് നടന്നു പോരുന്നത്. നമുക്കറിയാം, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പൊ നിലവിലെ ആരോഗ്യമന്ത്രിയുടെ പിതാവാണ്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് ആശുപത്രിക്കകത്ത് അശരണരായ ആളുകൾക്കൊന്നും അത്തരത്തിൽ ആശുപത്രിക്കകത്ത് ഭക്ഷണം കൊടുക്കണ്ട എന്ന് ആരോഗ്യവകുപ്പ് കടുത്ത നിലപാടെടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെ ചിലത് നടക്കുന്നുണ്ട്. രോഷ്നി, ഇവിടെ കേരളത്തിൽ കൊടിപിടിച്ച് സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു മഹാന്റെ മകൻ കേരളത്തിലെ ആശുപത്രികളിൽ പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യന് പ്രതീക്ഷയായി അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയെ തുരങ്കം വെക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്ന പ്രവർത്തനം ഈ കെ മുരളീധരൻ അവസാനിപ്പിക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിനെ എന്തിനാണ് ഇങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ കെ മുരളീധരൻ കാണുന്നത്? ഈ മെഡിക്കൽ കോളേജുകളിൽ, ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ ആശുപത്രികളിൽ എന്തൊക്കെ ചികിത്സാ പാളിച്ചകളുണ്ട് ചർച്ച ചെയ്യാൻ, മികച്ചതാക്കാൻ, ഇടപെടാൻ എന്തൊക്കെയുണ്ട്? ആ സമയത്ത് എന്തിനാണ് ഈ പതിനായിരക്കണക്കിന്, ഞങ്ങളിപ്പോ 40,000-ഓളം പൊതിച്ചോറാണ് ഒരു ദിവസം ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ കൊടുക്കുന്നത്. മറ്റു പല സംഘടനകളും നിങ്ങളിപ്പോ സൂചിപ്പിച്ചതുപോലെ പല സംഘടനകളും കൊടുക്കുന്നുണ്ടാകും. എന്തിനാണ് ഈ പൊതിച്ചോറുകളിൽ, ഈ ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരിയിടാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ സാഹചര്യത്തിൽ മെനക്കെടുന്നത്? ഇത്ര രാഷ്ട്രീയ അന്ധത, രാഷ്ട്രീയ തിമിരം ഇദ്ദേഹത്തിന് ബാധിച്ചു. ഈ കെ കരുണാകരന്റെ മകൻ എന്ന നിലക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കയറി വന്ന ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ കൊടികളോടും ബാനറിനോടും ഇങ്ങനെ അലർജി ഉണ്ടായത്? തീർച്ചയായിട്ടും ഇതിൽ വലിയ പ്രതിഷേധം ഉയരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ജനങ്ങളാകെ കെ മുരളീധരന്റെ ഈ തീരുമാനത്തിന് എതിരെ നിൽക്കും. അങ്ങനെ കേരളത്തിലെ ആശുപത്രികളിലെ ഈ ഹൃദയപൂർവ്വം പദ്ധതി പോലെയുള്ള പദ്ധതികളെ തകർക്കാൻ കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീർണതക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വസീഫ്, ഇപ്പോൾ നമ്മളൊരു പദ്ധതി വേണ്ട എന്നൊരു സർക്കാർ പറയുമ്പോൾ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചുകൂടി വിശദീകരിക്കാൻ ആ സർക്കാരിന് കെൽപ്പുണ്ടാവണമല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില നേതാക്കളൊക്കെ മോശമെന്ന് പൊതുസമൂഹത്തിന് വരെ ബോധ്യപ്പെടുന്ന ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഇതിന്റെ ഗുണഭോക്താക്കൾ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മനുഷ്യർ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞതായി നമ്മൾ മാധ്യമങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരമൊരു പദ്ധതി വേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ ഈ ഒരു രാഷ്ട്രീയ വൈരാഗ്യം എന്നുള്ളതിനപ്പുറത്ത് ഒരു കാരണമുണ്ടോ? KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാരവാഹിത്വത്തിലൂടെ കേരള പൊതുസമൂഹത്തിന്റെ നേതൃത്വമായി വന്ന സാക്ഷാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഞങ്ങളുടെ ഈ പദ്ധതിയെ അഭിനന്ദിക്കുന്ന സംസാരമാണ് നടത്തിയത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അത് കേരളം ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്തവരാണോ ഈ തരത്തിൽ ഇതുപോലെയുള്ള പ്രതികരണം നടത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ യുവജന സംഘടനാ പ്രവർത്തനം നടത്തി യുവജനങ്ങളെ രാഷ്ട്രീയമായി, മതനിരപേക്ഷതയുടെ, അതുപോലെ തന്നെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി യുവജനങ്ങളെ സംഘടിപ്പിക്കുന്ന, യുവജനങ്ങളുടെ കൂട്ടായ്മകളെ പരമാവധി രൂപപ്പെടുത്തി വരുന്ന ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനത്തെ, അതിന്റെ നന്മയെ ഉൾക്കൊള്ളുന്നതിന് പകരം ഇങ്ങനെ ഒരു അപമാനകരമായ സ്റ്റേറ്റ്മെന്റുമായി പോകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതികരണത്തിന് ഇടവരുത്തും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇത് മുടക്കമില്ലാതെ തന്നെ തുടരാനല്ലേ തീരുമാനം? മറ്റെന്തെങ്കിലും പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഉദ്ദേശമുണ്ടോ? ഞങ്ങൾ ഈ കെ മുരളീധരന്റെ സംസാരത്തെയൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ പൊതിച്ചോറ് വാങ്ങാൻ ആഗ്രഹിച്ച് മെഡിക്കൽ കോളേജുകളിൽ ജനങ്ങൾ വരുന്ന സമയത്ത് അവര് രോഗികളുണ്ടാകും, കൂട്ടിരിപ്പുകാരുണ്ടാകും, ഇതിനെ പ്രതീക്ഷിച്ച് അതിന്റെ പരിസരത്തുള്ള സാധാരണ മനുഷ്യരുണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം പ്രതീക്ഷിച്ച് വരുന്നവരാണല്ലോ. ആ പ്രതീക്ഷിച്ച് വരുന്നവരെ മടക്കി അയക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറല്ല, ഏത് മന്ത്രി പറഞ്ഞാലും. ശരി, നന്ദി വസീഫ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്. അപ്പോൾ ഡിവൈഎഫ്ഐ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഒരടി പിന്നോട്ടില്ല, ഇനിയും ഇതുപോലെ തന്നെ വിതരണം തുടരുമെന്നാണ് നേതൃത്വം തന്നെ അറിയിക്കുന്നത്. അപ്പോൾ ഈ വിവാദം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് ഇതിലെടുക്കാൻ പോകുന്ന ഇപ്പോൾ തന്നെ കടുപ്പിച്ചിരിക്കുകയാണ്. അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതും നമുക്കറിയേണ്ടതാണ്.